പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഏതൊരു കൊടും പാപിയെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സാന്നിധ്യമാണ്. നിന്റെ തകർച്ചയുടെ ജീവിതത്തിൻ്റെ പടുകുഴിയുടെ അവസ്ഥകളിൽ നിന്നും പുതുജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്ന പരിശുദ്ധാത്മാഭിഷേക വചനം യെശയ്യാ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, ശാപബന്ധനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിക്കും. പാപിയായ ധൂർത്തപുത്രൻ അവൻ്റെ ജീവിതത്തിൻ്റെ പതന അവസ്ഥയിൽ അവൻ്റെ ഹൃദയത്തിൽ അവനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ തിരിച്ചു പോയാൽ എൻ്റെ ജീവിതം പിതാവ് എനിക്ക് തിരിച്ചു തരും. നോക്കിക്കേ, പാപിയായ ഒരുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പുതുജീവിതത്തിലേക്ക് നടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ പാപമാകുന്ന മുൾച്ചെടികൾ, അതിൻ്റെ വേരുകൾ, അവൻ ചെയ്തു പോയ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെല്ലാം പിഴുതു മാറ്റി മകൻ്റെ സ്ഥാനത്തേക്ക് പിതാവ് അവനെ കൈപിടിച്ചുയർത്തുന്നത് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൽ ചില വീഴ്ചകൾ, ചില പരാജയങ്ങൾ, ചില പാപബന്ധന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്റെ മനസ്സിലൊരു പ്രചോദനം നൽകുന്നില്ലേ? എനിക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമായി സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ പാപബന്ധനങ്ങളാകുന്ന മുള്ളുകളെ തകർത്ത് കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ സ്നാനം ചെയ്യപ്പെട്ട് ഒരു പുതുജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. പ്രത്യാശയുടെ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകളെ വീണ്ടെടുക്കുന്ന ഏറ്റവും കൃപയാർന്ന ജീവിതത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. എല്ലാ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ മനസ്സിലോർക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് പാപബന്ധനങ്ങളിലായിരിക്കുന്ന എല്ലാ പാപികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, മാനസാന്തരത്തിൻ്റെ വലിയൊരു പ്രേരണ നൽകി പുതുജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോ, എൻ്റെ ഈശോ, നീ മാത്രം മതി ജീവിച്ചിടാൻ. എൻ്റെ ഈശോ, എൻ്റെ ഈശോ, നീ മാത്രം മതി ജീവിച്ചിടാൻ.